അവരെയൊക്കെ ഉപേക്ഷിച്ച് ഈ പരിമിതമായ സൗകര്യത്തിൽ നമ്മുടെ കൂടെ ഇവിടെ ജീവിക്കുന്ന നീ അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആമി? അവൾ അത്രമാത്രം നമ്മുടെ ആദിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ അവളെ സ്നേഹം കൊണ്ട് മൂടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ ആമി? പോട്ടെ, സ്നേഹിക്കണ്ട, വെറുക്കാതെങ്കിലും ഇരുന്നൂടെ? പോകാൻ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. ഈ മാല അവിടെ കൊണ്ടിട്ട് എലിയെ പറ്റി വല്ല വിവരമുണ്ടോ? അത് എലിയാണെന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു. കാരണം ആ എലി എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ അതിനെ എല്ലാ ദിവസവും കാണാറുണ്ട്. കണ്ണാടിയിൽ. മനസ്സിലായില്ല. ദേ, ഞാനാ ഇതവിടെ കൊണ്ടിട്ടേന്ന്. ഞെട്ടൊന്നും വേണ്ട. അവളെ ഒതുക്കാൻ ഞാൻ ആദ്യം ഒരു നമ്പർ ഇട്ട് നോക്കിയതാ. നല്ല നമ്പർ. 8 നില പൊട്ടിയപ്പോ സമാധാനമായല്ലോ. എന്ന് വെച്ച് ഞാൻ തോറ്റു പിന്മാറാനൊന്നും പോകുന്നില്ല. എന്താ ഇനി ഇതുപോലുള്ള ചീപ്പ് നമ്പറുകൾ വേറെ ഉണ്ടോ? ചീപ്പായാലും കണ്ണാടിയായാലും കൊള്ളാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ പാരകൾ. ഇത് കുത്തിയിരുന്ന് മെഗാ സീരിയൽ കാണുന്നതിന്റെ കുഴപ്പമല്ല. ഗുണം ഒന്ന് തിരുത്തി പറ. ഇനിയുണ്ട് എന്റെ ഇതിലും വലിയ ബ്രഹ്മാസ്ത്രം. എണ്ണ ഒഴിച്ച് വീഴ്ത്തുന്നതായിരിക്കും. അതെ, അത് തന്നെയാ. ബെസ്റ്റ്. അല്ല, അതിനെന്താ കുഴപ്പം? ഇതൊക്കെ ഒരുപാട് പരീക്ഷിച്ച് വിജയിച്ച ടെക്നിക്കുകളാ. ഈ കണ്ണീർ പാടത്തിലെ ഇന്ദുവിന്റെ ഗർഭം വത്സലാമ്മ കളിക്കുന്നതിങ്ങനെയല്ലേ? പിന്നെ ഇവൾ എന്റെ പ്രിയപുത്രിയിൽ പ്രൊഫസർ മാലിന്യ പ്രയോഗിച്ചതും ഈ ടെക്നിക്കല്ലേ? എന്തിന് ശ്യാമരാഗത്തിലെ ശ്യാമയെ, ചെമ്പകപ്പൂവിലെ രേവതിയെ, പതിവ്രതയിലെ യമുന റാണിയെ, ഇവരെയെല്ലാം വില്ലത്തിമാർ വീഴ്ത്തത് എണ്ണയൊഴിച്ചു തന്നല്ലേ? പിന്നെ നമ്മൾ മാത്രം ഇതിനാ മാറി നിൽക്കുന്നേ? ഒരു യുദ്ധമാകുമ്പം എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കേണ്ടി വരും. യുദ്ധത്തിന് നീതി അനീതികളില്ല, വിജയം മാത്രമേ ഉള്ളെന്ന് ശ്രീകൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട്. ആമിമോള് നോക്കിക്കോ, ഈ യുദ്ധം നമ്മൾ പാട്ടും പാടി ജയിക്കും. പുഷ്പം പോലെ അവളെ